കൃഷിയിടത്തിൽ കടുവ കുടുങ്ങി. പന്നിയാമലയിലെ കൃഷിയിടത്തിലാണ് കടുവ കുടുങ്ങിപ്പോയത്. കമ്പിവേലിയിലാണ് കടുവ കുടുങ്ങിക്കിടക്കുന്നത്. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. കടുവ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കണ്ണു പറ്റുന്നുണ്ടോ? ആ ആ വിവരങ്ങളുമായി നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ ടെലിഫോണിൽ ചേരുന്നു. അരുൺ, ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ കടുവ കുടുങ്ങിപ്പോയത്? പറയൂ. SKN പന്ന്യാൻമല എന്ന് പറയുന്ന പ്രദേശം വനാതിർത്തിയോട് ചേർന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ കടുവ ഈ കൃഷിയിടത്തിലെ കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. രാവിലെ ഈ സ്ഥലമുടമ ഈ കൃഷിയിടത്തിലേക്ക് ഈ ജോലിക്കായി പണിക്കായി എത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി കടുവയെ ഈ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് മറ്റു നാട്ടുകാരോടും വനം വകുപ്പിനെയും അദ്ദേഹം വിവരം അറിയിക്കുകയായിരുന്നു. കൊട്ടിയൂർ റേഞ്ചിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അവിടെ സ്ഥലത്തെത്തിയിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വനാതിർത്തിയോട് ചേർന്ന മേഖലയാണ്. ഇവിടെ നേരത്തെ ഈ പുലി ഇറങ്ങി എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ പരന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ പശുവിനെ ഉൾപ്പെടെ പുലി ആക്രമിച്ചു എന്ന തരത്തിലൊക്കെ നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഇത് ഇവിടെ വന്യമൃഗ സാന്നിധ്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഈ പ്രദേശത്ത്. കടുവ ഇപ്പോഴും അവിടെ കമ്പിവേലിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നതാണ് നമുക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവിടെ ഉദ്യോഗസ്ഥരെത്തി അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കടുവ കുടുങ്ങിയതറിഞ്ഞ് സമീപ പ്രദേശത്തെല്ലാം നാട്ടുകാരും അങ്ങോട്ട് എത്തുന്നുണ്ട്. നാട്ടുകാരെ പോലീസ് ഉൾപ്പെടെ എത്തി നിയന്ത്രിച്ചു നിർത്തുന്ന സാഹചര്യമാണുള്ളത്. ഇതൊരു കൃഷിയിടമാണ്. അവിടെ നിന്ന് വളരെ ദൂരമില്ല വനത്തിലേക്ക്. സ്വാഭാവികമായും അവിടെ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വന്യമൃഗ ശല്യം ഉണ്ട് എന്ന പരാതി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ അത് വനം വകുപ്പ് ആ ഘട്ടത്തിലൊക്കെ എത്തി പരിശോധനയൊക്കെ നടത്തിയിരുന്നെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ഈ കടുവ അവിടെ കമ്പിവേലിയിൽ കുടുങ്ങിയതോടെ അവിടെ അത്തരം വന്യമൃഗ സാന്നിധ്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കുക കൂടിയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. നേരത്തെ പുലി ഇറങ്ങി എന്ന അഭ്യൂഹം പശുവിനെ ഉൾപ്പെടെ ഈ ആക്രമിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കടുവ ഈ കമ്പിവേലിയിൽ കുടുങ്ങിയതോടെ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിൽ സ്ഥലത്തുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് കുടുങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത എന്തായാലും വരേണ്ടതുണ്ട്. ഈ കടുവയെ ഈ കമ്പിവേലിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു അരുൺ പൂപ്പറമ്പ.